സുരേഷ് ഗോപിക്ക് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും കേന്ദ്ര സഹമന്ത്രിമാരായി സുപ്രധാന ചുമതലകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ചുമതലകൾ എന്തെല്ലാമാണ്? വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, 3 പ്രധാന വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. അതിൽ തന്നെ ടൂറിസം, അതോടൊപ്പം പെട്രോളിയം, പ്രകൃതിവാതകം. ഇതിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അംഗീകാരം തന്നെയാണ്. കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ തന്നെ ഈ തൃശ്ശൂരിലെ അടക്കം ടൂറിസം മേഖലകളെക്കുറിച്ച്, അതിൻ്റെ വികസനത്തിനെ പറ്റിയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട്. അത് കേന്ദ്ര നേതാക്കളും അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം കൂടി തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ തന്നെ ഏറെ വിദേശികൾ എത്തുന്ന, അല്ലെങ്കിൽ ഏറെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ മേഖലയിൽ വികസനം കൊണ്ടുവരുവാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് സാധിക്കും. ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഗുണകരമാവുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഓരോ പദ്ധതികളും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ അടക്കം ഈ ടൂറിസം മേഖലയിൽ ഉള്ള സാധ്യത, അതിനെക്കുറിച്ചും അവിടേക്ക് എത്തുന്ന നിരവധി വിനോദസഞ്ചാരികളുണ്ട്. രോഹിണി, കൃത്യമായും മലയാളികൾക്ക് അഭിമാന നിമിഷമായിരുന്നു ഈ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ. അതിനു പിന്നാലെയാണ് അദ്ദേഹത്തെ 3 വകുപ്പുകളുടെ സഹമന്ത്രിയായി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം MP ആയിരുന്നപ്പോഴും അല്ലായിരുന്ന സമയത്തും ഈ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾ ഈ തൃശ്ശൂരിലേക്ക് അടക്കം കൊണ്ടുവരുന്നതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളെല്ലാം തന്നെ ശ്രദ്ധേയമായിരുന്നു. അതിനു പിന്നാലെ ഈ ഒരു ചുമതല ലഭിച്ചു. അത് കൃത്യമായും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ നിർവഹിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസം മേഖലയിലുള്ള സാധ്യത അത് തിരിച്ചറിഞ്ഞ ഒരു ജനപ്രതിനിധി കൂടിയാണ് സുരേഷ് ഗോപി. അതോടൊപ്പം തന്നെ എത്തരത്തിലാണ് കേരളത്തിലേക്ക് ഈ ടൂറിസം പദ്ധതി അത് വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ സാധിക്കുക എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു രേഖാചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് തന്നെയാകും അദ്ദേഹം ഈ പിന്തുണയോടുകൂടി കേരളത്തിലേക്ക് നടപ്പിലാക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റ് 3 വകുപ്പുകളിലും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഒരു വികസനം കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നതിൽ സംശയമില്ല. എന്തായാലും ഈ 3 വകുപ്പുകളിലും അദ്ദേഹം സജീവമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം MP ആയിരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും അദ്ദേഹം ഇത്തരം പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ചുമതല, അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കും. ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. എന്തായാലും ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ അതോടൊപ്പം അതിലും മികച്ച രീതിയിൽ ടൂറിസം മേഖലയിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കും. അതിൽ തന്നെ ജനങ്ങൾക്ക് ഗുണകരമായും അതോടൊപ്പം വിനോദസഞ്ചാരികൾക്കടക്കം വലിയ ഒരു പദ്ധതികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നതിൽ സംശയമില്ല. രോഹിണി, മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 കേന്ദ്ര സഹമന്ത്രിമാരാണ്. നിർണായകമായ ചുമതലകൾ തന്നെയാണുള്ളത്. എന്തുകൊണ്ടും കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാന മുഹൂർത്തം തന്നെയാണ്. കൃത്യമായിട്ടുള്ള വകുപ്പുകളും ഈ സാധ്യതകളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കായാലും അതോടൊപ്പം ജോർജ് കുര്യനായാലും ലഭിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെയായിരിക്കും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും. അതോടൊപ്പം തന്നെ നിർജീവമായി കിടക്കുന്ന പല മേഖലകളും സജീവമായി കൊണ്ടുവരുവാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ ടൂറിസം മേഖലയായാലും വിവിധ വകുപ്പുകളിൽ അവരൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഈ 2 മന്ത്രിമാരും കൃത്യമായുള്ള രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.